ഗോഡ് ബ്ലസ് ടു ഓൾ. എല്ലാ വിശ്വാസി സമൂഹത്തിനും എല്ലാ വിശ്വാസികളുടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമസ്കാരം. ഇന്ന് നമ്മൾ ഓശാന ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കുന്നു. ഈ ഓശാന ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ എന്തിനത് നടത്തുന്നു, അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്, അതിൻ്റെ കൂടി നമുക്ക് കിട്ടേണ്ട ശിക്ഷണം എന്താണെന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് മനനം ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ സഹോദരന്മാർ അത് ഇന്ന് എല്ലാ പള്ളികളിലും പോയി അവർ ഇതിൽ ധാരാളം പങ്കുകൾ കൊണ്ട് വ്യക്തിപൂർവ്വം വീട്ടിൽ വന്ന അവസരമാണ്. അപ്പോൾ ഈ ഒരു അവസാന ഫെസ്റ്റിവൽ നമുക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുക. നമ്മൾ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 1 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ, അത് ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം 28 തൊട്ട് 31 വാക്യം, യോഹന്നായുടെ പുസ്തകം 12 അധ്യായം 12 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ വിഷയങ്ങളെപ്പറ്റി ഓഷന്നെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഓഷന്ന എന്ന് പറയുന്നത് ഹിബ്രു വേർഡാണ്. ഇത് ഓഷന്ന എന്ന് പറയുന്നത് ഈ ഹിബ്രു വേർഡിൽ എന്നെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് കൃപ തരുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ കൃപയും രക്ഷിക്കുക എന്ന് പറയുന്നത് അർത്ഥം പ്രാർത്ഥനയും താഴ്മയായിട്ട് എന്നെ റിസീവ് ചെയ്യുന്നു. ആ പ്രാർത്ഥനയിൽ കൂടെ ഞാൻ യഹോവയുടെ മഹിമ കണ്ടെത്തുന്നു, അതിൻ്റെ സ്തുതി കണ്ടെത്തുന്നു. അതാണ് ഞാൻ ഈ ഓഷന്ന എന്ന പദത്തിൻ്റെ അർത്ഥം അതിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ സങ്കീർത്തനത്തിൽ 118 അധ്യായം 25 വാക്യത്തിൽ ഇതിനെപ്പറ്റി സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓഷന്ന എന്ന പദത്തിൻ്റെ ഉദ്ദേശം, ഇതിനെ സംബന്ധിച്ച് ഈ ഓഷന്ന നമ്മൾ ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തു എന്താണ് ചെയ്യുന്നത്, അദ്ദേഹം ഈ നമ്മുടെ ഒന്ന് വായിച്ചു നോക്കാം. ഇതിന് ഓഷന്ന പർവ്വത്തിൻ്റെ, അതായത് അനന്തരം യേശു യെരുശലേമിൽ സമീപിച്ച് ഒലിവ് മലയിലേക്ക് ബെത്സ് ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ച്, നിങ്ങളുടെ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുകയും അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പെൺ കഴുതയും ഇതിൻ്റെ കുട്ടിയെയും അവിടെ നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ചുകൊണ്ട് കൊണ്ടുവരുകയും. അന്നേരം അവിടെ ഉള്ളവർ ചോദിക്കും, എന്തിനാണെന്ന്, അത് നിങ്ങളുടെ പ്രഭുവിന് അത് ആവശ്യമാണ് എന്ന് പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ യെരുശലേം ടൗണിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതിന് വിക്ടറി സൈനായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു നമ്മുടെ എന്താ പറയുന്നത്, ഒരു വിജയത്തിൻ്റെ ഒരു യെരുശലേം പ്രവേശനം എന്നാണ് അതിനെ പറയപ്പെടുന്നത്. അപ്പം യെരുശലേം വിജയപ്രവേശനം ചെയ്യാനായിട്ട് യേശുക്രിസ്തു എന്തിനാണ് ഈ സമയത്ത് ആവശ്യപ്പെട്ടത്? എന്താ വെച്ചാൽ വർഷങ്ങൾക്ക് മുൻപ്, അതായത് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ 9 അധ്യായം 9 വായിക്കുമ്പോൾ ഈ യേശുക്രിസ്തു ജനിക്കുന്നതിന് ധാരാളം വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രവചനം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് യഹോവയാൽ ഈ പ്രവചനം ഇത് നടപ്പിലാക്കാൻ വേണ്ടി തന്നെ ഈ യേശുക്രിസ്തു ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ സക്കറിയ പ്രവാചകൻ നടത്തിയ ആ പ്രവചനം യഥാർത്ഥത്തിൽ ശരിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകണം, ബൈബിൾ എഴുതപ്പെടുന്നത് ആരുടെയും സ്വന്തം അഭിപ്രായത്തിനല്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ഈ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പം ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാവുന്നത് കൊണ്ട് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ വചനങ്ങളും സത്യമാകുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ഈ പറയുന്ന നമ്മൾ യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സേവനം, ഭൂമിയിലെ മനുഷ്യരൂപത്തിലുള്ള സേവനം, ആ സേവനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഈസ്റ്ററിനും ഗുഡ് ഫ്രൈഡേക്കും ഒരാഴ്ച മുൻപ് ഈ പ്രവേശനം നടക്കുന്നത്. അപ്പോൾ ഈ പ്രവേശനം നടക്കുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പൂർണ്ണമാകത്തുള്ളൂ. ഈസ്റ്ററും ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ പ്രവേശനം നടക്കണം. ഈ പ്രവേശനം നടക്കണമെങ്കിൽ മറ്റുള്ളതെല്ലാം നടക്കത്തുള്ളൂ. അപ്പം ഇത് യഹോവയാൽ നേരത്തെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ടാണ്
സമയത്താണ് യെരൂശലേം പ്രവേശനത്തിന് വേണ്ടി, വിജയപ്രവേശനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ശിഷ്യനോട് പറയുന്നു, 2 ശിഷ്യന്മാരോട്, നീ മറുനാട്ടിലേക്ക് പോകും, ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ഒരു കഴുതയെ കാണുക, കഴുതയുടെ കുട്ടിയും കാണുക, അതിനെ വലിച്ചു കൊണ്ടുവരണം. അപ്പം അതും പ്രകാരം തന്നെ ആ കഴുതയുടെ കുട്ടിയെയും അഴിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ വരുന്നു. അപ്പം അവിടെ ഉള്ള ആ സമയത്ത് ചോദിക്കുന്നത്, എന്തിനാണ് അഴിച്ചോട് പോകുന്നത്? ഇത് എൻ്റെ പ്രഭുവിന് അത് ആവശ്യമാണ് എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ അത് അഴിച്ചുകൊണ്ട് വരുന്നു. അദ്ദേഹം ഇവിടെ വന്നു. അതിൻ്റെ മേളിൽ ഇവർ തുണിയൊക്കെ വിരിച്ചിട്ട് യേശു ക്രിസ്തു അതിൻ്റെ മണ്ടയിൽ കയറുന്നു. കയറിക്കഴിഞ്ഞിട്ട് അദ്ദേഹം യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നു. യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെയധികം രാജകീയ പദത്തിലോടുകൂടിയാണ് അദ്ദേഹം പ്രവേശിക്കുന്നത്. പക്ഷേങ്കിൽ രാജകീയ പദത്തിൽ പ്രവേശിക്കുമ്പോൾ ആ കഴുതയുടെ മണ്ടയിലായതുകൊണ്ട് ആ കഴുതയുടെ എന്ന് പറയുന്നത് താഴ്മയുടെയും നമ്മുടെ സ്പീസിൻ്റെയും അല്ലെങ്കിൽ ശാന്തിയുടെയും പ്രതീകമായിട്ടാണ് അത് അവർ ആ സമയത്ത് അവിടെ കയറിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ ആൾക്കാർക്ക് അതിശയമായി, രാജാവ് വരുന്നു, കഴുതയുടെ പുറത്ത് വരുന്നു. സാധാരണ രാജാവ് വരുന്നത് കുതിരയുടെ പുറത്താണ്. അപ്പോൾ കുതിര പുറത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പടയാളികൾ യുദ്ധം ചെയ്ത് വിജയിച്ചിട്ട് വരുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഈ രാജാവ്, യേശു ക്രിസ്തു എന്ന രാജാവ്, ആ രാജാവ് കയറിപ്പോകുന്നത് യെരൂശലേം നഗരത്തിലേക്ക് കയറിപ്പോകുന്നത് ഒരു കഴുതയുടെ മണ്ടയിലാണ്. ആ കഴുതയുടെ മണ്ടയിൽ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ യേശു ക്രിസ്തു യുദ്ധം ചെയ്യാനല്ല പോയത്. നമ്മുടെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ശാന്തിയും സമാധാനവും താഴ്മയും കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ആ താഴ്മയെ കാണിക്കാൻ വന്ന ആ യേശു ക്രിസ്തു ആ പ്രതീകമായിട്ട് ആ കഴുതയുടെ മണ്ടയിൽ കയറിപ്പോകുമ്പോൾ ആൾക്കാർ പനയുടെ തോലുകൾ ചീന്തി ഭൂമിയിലിടുന്നു. വസ്ത്രങ്ങൾ തുണികൾ അതിൻ്റെ മണ്ടയിലിട്ട് അദ്ദേഹത്തിനെ അതിനെ കണ്ട് എഴുന്നള്ളിച്ചു കൊണ്ട് പോകുമ്പോൾ ആ സമയത്ത് അദ്ദേഹം ഉച്ചത്തിൽ അവിടെയുള്ള ആൾക്കാർ ചൊല്ലുന്ന ഈ പ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിലും പിൻപിലുമായിട്ട് നടന്നുകൊണ്ട് പോയി, ദാവീദ് പുത്രൻ്റെ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെടുന്നവൻ, അത്യുന്നതനിൽ ഓശാന എന്ന് അവർ ആർത്ത് വിളിച്ചുകൊണ്ട് അവർ മുൻപിലും പുറയിലുമായിട്ട് അവർ പൊക്കോണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ആ നാട്ടിലെ പ്രായമുള്ളവരും ശാസ്ത്രികളും പരീക്ഷകളും പലരും അത് കണ്ട് അതിശയപ്പെട്ടു പോയി. അങ്ങനെ അതിശയപ്പെട്ടു പോയി. അങ്ങനെ ആ ഓശന്ന എന്ന് പറയുന്ന ഒരു ഹിബ്രു വേർഡാണ്. ആ ഹിബ്രു വേർഡിൻ്റെ അർത്ഥമാണ് ഈ പറയുന്ന എന്നെ രക്ഷിക്കൂ, എനിക്ക് നിൻ്റെ കൃപ തരൂ എന്നുള്ള ആ അർത്ഥത്തിൽ അതിനെ പ്രാർത്ഥനയിലും അതോടൊപ്പം തന്നെ നമ്മുടെ റിക്വസ്റ്റിന് വേണ്ടിയാണ് അത് മഹിമപ്പെടുത്തിയിരിക്കുന്ന ഒരു വേർഡാണത്. അല്ലാതെ അത് നമ്മുടെ ഒരു ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ അതിലൊരു വൈരാഗ്യം ഉണ്ടാക്കാനോ ഉള്ള വാക്കുകളല്ല. ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നതും അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നതും താഴ്മയും പ്രാർത്ഥനയും ആയിട്ട് ആണ് സങ്കല്പിച്ചുകൊണ്ടാണ് അതിന് പോകുന്നത്. അങ്ങനെ യേശു ക്രിസ്തു ആ സമയത്ത് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള വിശ്വാസം ജനങ്ങളിൽ അദ്ദേഹം യേശു ക്രിസ്തു പല അതിശയ കർമ്മങ്ങളും കാണിച്ചു. വളരെയധികം ഫോർകാസ്റ്റിംഗ് പറഞ്ഞു. അതെല്ലാം ശൂന്യമായിപ്പോയിനും. അപ്പോൾ അദ്ദേഹം അവിടെ വിക്ടറി ഷൈനിങ്ങിൽ കൂടി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം വളർന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ആരാധനയും അദ്ദേഹത്തിന് വേണ്ടി എന്തായിരുന്നു ആവശ്യമെന്ന് വെച്ചാൽ അതവിടുത്തെ ജനങ്ങൾ ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിനെ പറ്റി ആരാധിക്കാൻ തുടങ്ങി, സ്തുതിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അദ്ദേഹം ആ സമയത്ത് നമ്മൾ കാണാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വീകരണത്തോടുകൂടി ഇത് മനസ്സിലായി, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് അദ്ദേഹം പോയത്. അപ്പോൾ അങ്ങനെ കഴുതയുടെ പണ്ടയിൽ കയറി അദ്ദേഹം അവിടെ പോകാൻ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ അദ്ദേഹം താഴ്മയെ കാണിച്ച്, കുതിരയുടെ പുറത്ത് കയറാതെ അദ്ദേഹം താഴ്മയെ കാണിച്ച്, അതായത് നമ്മുടെയൊക്കെ പാപത്തിൻ്റെ ഭാരം ചുമക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സിംബോളിക്കായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. അത് അടയാളമായിട്ടാണ് കാണിച്ചത്. അല്ലാതെ ഒരു ശക്തിയും യുദ്ധം ചെയ്യുന്ന ഒരു പ്രതീകമല്ല. കുതിരയുടെ പുറത്ത് വന്നാൽ ആൾക്കാർ ആ രൂപത്തിലാണ് ആ രൂപത്തിലല്ല കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ അവിടെ നമുക്ക് വേറെ ഒരു കാര്യം കാണിക്കുക, ഈ ശിഷ്യന്മാർ
യേശു ക്രിസ്തുവിൻ്റെ ഓർഡർലിയാണ്. അദ്ദേഹം ശിഷ്യന്മാർ ഇപ്പോൾ കഴുതയെ കെട്ടിക്കെട്ടിക്കുന്നിടത്ത് കൊണ്ടുവരാൻ പറയും. ശിഷ്യന്മാർ ഒരക്ഷരവും മിണ്ടാതെ വളരെ അനുസരണത്തോടു കൂടി അത് പോയി ചെന്നിട്ട് ആ കടപ്പാട് ചെയ്തു. ഇന്ന് നമ്മളൊക്കെ നമ്മുടെ കലീശകളിലും മറ്റുള്ളിടത്തും നമ്മുടെ വീടുകളിലും നമ്മൾ ഒരു ചുമതല നമ്മൾ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തിനാണ്, ഏതിനാണ്, എങ്ങനെയാണ് എന്ന് നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചാൽ അത് അലസ്യപ്പെടുത്തി കളയുന്നവർ. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ വളരെ ഒബീഡിയൻ്റ് ആയിരുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു. ആ യേശു ക്രിസ്തുവിന് അധികാരവും സാമർഥ്യവും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് അദ്ദേഹം ഈ അധികാരവും സാമർഥ്യവും കാണിക്കാതെ അദ്ദേഹത്തിനോട് ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ സമ്മതിക്കുകയും ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ വെച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ആ യേശു ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം, അതായത് താഴ്മയും ആദേശം പാലിക്കുന്ന ഒരു കർത്തവ്യമുള്ള ഒരു ശിഷ്യന്മാരായിട്ടാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ യേശു ക്രിസ്തു അവിടെ നമുക്ക് ഭൂമിയിലേക്ക് അദ്ദേഹം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യഹോവയുടെ ഗ്ലോറിഫൈഡ് ആക്ഷനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മഹിമയുടെയും സന്ദേശമാണ് നമുക്ക് യേശു ക്രിസ്തു അവിടെ വെച്ച് തരാൻ ആഗ്രഹിച്ചത്. യേശു ക്രിസ്തു നമ്മളെ ഉണ്ടല്ലോ, അദ്ദേഹം അവിടെ ഈ പ്രവേശിച്ചിട്ട് അദ്ദേഹം യഹോവയോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുക എന്നുള്ള ആ ആഹ്വാനമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മോക്ഷം കിട്ടാനും ജീവിതത്തിൽ നമുക്ക് സ്വർഗരാജ്യം കിട്ടുവാനും അദ്ദേഹം നമ്മളെ എങ്ങനെ ആരാധിക്കണം, ഏത് രീതിയിൽ നമുക്ക് ജീവിക്കണം എന്നുള്ളതും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഒരു സങ്കല്പം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴുതയുടെ മണ്ടയിൽ നമ്മൾ കയറിപ്പോയ ആ യേശു ക്രിസ്തു പിറ്റേ ദിവസം ആ കഴുത അവിടെ ചെന്നിട്ട് കഴുത പോയ സമയത്ത് കഴുതയ്ക്ക് കിട്ടിയ സ്വീകരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ കഴുത വീണ്ടും ചിലപ്പോൾ ചെന്നെന്ന് വരാം. ആ കഴുത അവിടെ ചെല്ലുമ്പോൾ കഴുതയ്ക്ക് ആ സ്വീകരണം കിട്ടത്തില്ല. എന്താണെന്നറിയാമോ? കഴുത ആ സമയത്ത് തെറ്റിദ്ധാരണയില്ലാതെ കഴുത അവിടെ ചെല്ലും. എനിക്ക് ഇവിടുത്തെ ആൾക്കാരെല്ലാം എന്തുമാത്രം സ്വീകരണം തന്നത്, ആ സ്വീകരണം എനിക്ക് വീണ്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെ പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ കഴുതകളാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ കഴുത. യേശു ക്രിസ്തുവിൻ്റെ സാമർത്ഥ്യം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിലുള്ള സമയത്ത് നമ്മൾ എവിടെ ചെന്ന് ഏത് വാചകങ്ങൾ പ്രചരിക്കുവോ അല്ലെങ്കിൽ ഏത് സേവനങ്ങൾ നമ്മൾ ചെയ്യുവോ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആ സ്വീകരണവും നമുക്ക് ആ ശാന്തി സമാധാനവും അല്ലെങ്കിൽ ആ ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്നേഹവും നമുക്ക് അപാരമായ സ്നേഹങ്ങളാണ്. ആ സ്നേഹം നമ്മൾ എപ്പോഴും നമ്മൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും അവിടെ നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ സാമർത്ഥ്യവും പവിത്രാത്മാവിൻ്റെ ശക്തിയും നമ്മുടെ ഉള്ളിലില്ലാതെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കഴുതയെ പോലെ തന്നെ നമുക്ക് കിട്ടേണ്ട സ്വീകരണം നമുക്ക് കിട്ടാതെ പോകത്തുള്ളൂ. അപ്പോൾ കഴുതയ്ക്ക് കിട്ടുന്ന സ്വീകരണം പോലും നമുക്ക് കിട്ടാനുള്ള യോഗ്യത ആ സമയത്തില്ല. നമ്മൾ ഓരോരുത്തരും ഓരോ കഴുതകളാണ്. ചില സമയത്ത് നമ്മൾ അഹങ്കാരത്തിലേക്ക് നമ്മൾ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിച്ച് അല്പ സാമർത്ഥ്യം നമ്മുടെ കയ്യിൽ കിട്ടും, അടുത്ത വചനങ്ങൾ കുറച്ച് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ കഴുതയുടെ കൂട്ട് നമ്മൾ അഹംഭാവത്തിൽ ചിലപ്പോൾ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കഴുതകളും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്കുള്ള സാമർത്ഥ്യവും നമുക്കുള്ള ബുദ്ധിയും എല്ലാം ഈ കഴുതയെ പോലെ നമ്മുടെ മണ്ടയിൽ യേശു ക്രിസ്തു ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് റെസ്പെക്റ്റ് ഉള്ളൂ. നമ്മുടെ മണ്ടയിൽ യേശു ക്രിസ്തു ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാമർത്ഥ്യമുള്ളൂ. നമ്മുടെ മണ്ടയിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ നമുക്ക് ശാന്തി സമാധാനമുള്ളൂ. അല്ലാതെ നമുക്ക് യേശു ക്രിസ്തു നമ്മളിനെ വിട്ടുപോയി കഴിഞ്ഞാൽ, നമ്മുടെ മേളിൽ ഇരിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ശാന്തി സമാധാനവും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ കഴുതയുടെ ചിത്രീകരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ താഴ്മയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് കഴുതയുടെ ചിത്രീകരണം തന്നിരിക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി, നമ്മൾ ശാന്തി സമാധാനത്തിന് വേണ്ടിയാണ്. അപ്പം പ്രാർത്ഥനയിലും ആരാധനയിൽ കൂടി നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മൾ ഈ ഉപവാസകാലത്ത് നമ്മൾ എന്തുമാത്രം നമ്മൾ ബഹുമാനിക്കുന്നു, അതനുസരിച്ച് നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിലും ആ ഉപവാസത്തിൽ കൂടെ നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ നിശ്ചയമായിട്ടും കഴുതയ്ക്ക് കിട്ടിയ ആ റെസ്പെക്റ്റ് നമുക്ക് കഴുതയുടെ എന്ത് ഉദ്ദേശത്തോടുകൂടി കഴുതയെ നമ്മൾ യേശു ക്രിസ്തു നമ്മുടെ പോലുള്ളവരുടെ മണ്ടയിൽ കയറി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ റെസ്പെക്റ്റ് കിട്ടത്തുള്ളൂ, നമുക്ക് ആ താഴ്മ കിട്ടത്തുള്ളൂ, നമുക്ക് ആ ഗ്ലോറിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ആ
യഹോവയുടെ നമുക്ക് മഹിമ നമ്മുടെ ഉള്ളിൽ വന്നറിയത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. യഹോവ നീ ഈ കഴുതയെപ്പോലെ ഞങ്ങളുടെ മേളിൽ നീ കയറിയിരുന്ന് ഞങ്ങളെപ്പോലുള്ള ബുദ്ധിഹീനനായിട്ടുള്ള കഴുതകളെ നീ സാമർഥ്യവാനാക്കി തീർക്കുവാനായിട്ട് നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ നീ അതിനു വേണ്ടി യോഗ്യരാക്കി തീർക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവമേ ഞങ്ങളുടെ ഓരോ കുറവുകളും കുറ്റങ്ങളും ഞങ്ങളുടെ എല്ലാം നീ അറിയുന്നല്ലോ. അതനുസരിച്ച് ഞങ്ങളെ ഉണ്ടല്ലോ അതിനെ ശുദ്ധരാക്കി വളർത്തിയെടുക്കുവാനായിട്ട് നീ ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളിലും എല്ലാം നീ ഈ കാലത്തിൽ അതിലെല്ലാം നീ സാമർഥ്യവാനാക്കി ഞങ്ങളെ നീ കൊണ്ടു നടക്കാനായിട്ട് നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നിൻ്റെ ഈ ആദ്യത്തെ വരവിൽ നീ ഇതേ രീതിയിലാണെങ്കിൽ അടുത്ത വരവ് നിൻ്റെ രണ്ടാം വരവ് നിൻ്റെ ഏത് രാജകീയമായ രീതിയിലുള്ള വരവാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന പോലുമില്ല. അത്ര ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള സെക്കൻഡ് വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആ ദിവസത്തേക്ക് നമ്മൾ കാത്തിരിക്കുന്നു. യേശു ആ ദിവസത്തേക്ക് ഞങ്ങളെ അതിനെ ഒരുക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ. വീണ്ടും നമുക്കൊരു അടുത്ത എപ്പിസോഡിലേക്ക് കാണാം. നമസ്കാരം.